Now I am discussing about the topic Neo-Darwinism. Neo-Darwinism is also called the synthetic theory of evolution or the modern synthesis of evolution. Neo-Darwinism synthesis theory of evolution and modern theory of evolution എന്ന് പറയും. It is a current theory which considers organic evolution as a change in gene frequency due to random mutation, with natural selection serving as the most important cause for such changes. ഈ തിയറി എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഓർഗാനിക് എവല്യൂഷൻ നടക്കുന്നത് റാൻഡം മ്യൂട്ടേഷൻ വഴി ഉണ്ടായ ജീൻ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വഴിയാണ് ഓർഗാനിക് എവല്യൂഷൻ ഉണ്ടാവുന്നത്. സിമ്പിൾ ടേംസിൽ നിയോഡാർവിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർഗാനിക് എവല്യൂഷൻ നടക്കുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്യാരക്ടേഴ്സിൻ്റെ നാച്ചുറൽ സെലക്ഷൻ വഴിയാണ് ഓർഗാനിക് എവല്യൂഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ മ്യൂട്ടേഷൻ വഴി ക്യാരക്ടേഴ്സ് മോഡിഫൈ ചെയ്ത് ആ മോഡിഫൈ ചെയ്ത ക്യാരക്ടേഴ്സിൽ ചിലത് മാത്രം ഇപ്പോൾ ലീവ് ചെയ്യുന്ന എൻവയോൺമെൻറ്റിനെ അഡപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടായിരിക്കും. നാച്ചുറൽ സെലക്ഷൻ നടക്കുമ്പോൾ അതൊരു എൻവയോൺമെൻറ്റിനെ അഡപ്റ്റ് ചെയ്യണ പറ്റുന്ന മ്യൂട്ടേഷൻ ചേഞ്ചസ് മാത്രം നാച്ചുറൽ സെലക്ഷൻ വഴി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ തിയറി അനുസരിച്ച് നാച്ചുറൽ സെലക്ഷൻ മാത്രമല്ല ഓർഗാനിക് എവല്യൂഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് പറയുന്നത് നാച്ചുറൽ സെലക്ഷനാണ്. പക്ഷേ നാച്ചുറൽ സെലക്ഷൻ അല്ലാതെ വേറെയും കുറേ കോഴ്സുകൾ ഉണ്ട് ഈ ഓർഗാനിക് എവല്യൂഷൻ നടക്കാനായിട്ട് ആണ് ഇതിൽ പറയുന്നത്. പിന്നെ Neo-Darwinism is a fat modified, elaborated and extended version of Darwinism formulated in the light of inheritance, population genetics, molecular biology and the concept of biological species. So it involved the emerger of the Darwinism theory of natural selections with Mendelian genetics and modern concepts of genes and heredity at molecular level. Neo-Darwinism എന്ന് പറയുന്നത് അതൊരു ഇലബറേറ്റഡ് വേർഷൻ ഓഫ് ഡാർവിനിസം ആണ്. ഓൾഡ് ഡാർവിനിസത്തിൻ്റെ ഒരു ഇലബറേറ്റഡ് വേർഷൻ. മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്, പോപ്പുലേഷൻ ജെനറ്റിക്സ്, മോളിക്കുലാർ ബയോളജി, ബയോളജിക്കൽ കൺസെപ്റ്റ് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇലബറേറ്റ് ചെയ്ത ഡാർവിനിൻ്റെ ഒരു ഓൾഡ് ഫോമാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. ഇനി ബേസിക് കൺസെപ്റ്റ്സ് ഫോർ ദ കോർണർ സ്റ്റോൺസ് ഓഫ് നിയോ ഡാർവിനിസം ദേ ആർ ദ ഫോളോയിങ്. നിയോ ഡാർവിനിസത്തിൻ്റെ രണ്ട് കോൺസെപ്റ്റാണ് ഉള്ളത്. ഒന്നാമത്തെ, മ്യൂട്ടേഷൻ occurs randomly and generates genetic variability which forms the raw material for organic evolution. മ്യൂട്ടേഷൻ റാൻഡം ആയിട്ടാണ് നടക്കാം. അപ്പം മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ ജനറ്റിക് വാരിയബിലിറ്റി ഉണ്ടാവും. അതാണ് ഓർഗാനിക് എവല്യൂഷൻ്റെ റോ മെറ്റീരിയൽ ആയിട്ട് ആഡ് ചെയ്യുന്നത്. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സഡൻ ആൻഡ് ഇൻഹെർട്ടബിൾ ചേഞ്ചസ് ആണ്. ഒരു ഓർഗാനിസം ഒരു മ്യൂട്ടേഷനാണ് നടക്കുക. അപ്പോൾ ആ മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ മ്യൂട്ടേഷന് മുമ്പുള്ള അതിൻ്റെ ഓർഗനൈസേഷൻ ആവില്ല മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞ് ഉണ്ടായിരിക്കുക. മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജീൻസൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അതിനെയാണ് ജനറ്റിക് വാരിയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ദ പോപ്പുലേഷൻ ആൻഡ് നോട്ട് ദ ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് വിച്ച് പോസസ് ദ വാരിയബിലിറ്റി ദാറ്റ് ഇസ് നെസസറി ഫോർ ദ എവല്യൂഷണറി ചേഞ്ച് ത്രൂ ടൈം ആൻഡ് സ്പേസ്. ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം ഉണ്ടാവുന്ന വാരിയബിലിറ്റി ഒരു വോൾ പോപ്പുലേഷനിൽ ഉണ്ടാവുന്ന വാരിയബിലിറ്റിയാണ് ഇവല്യൂഷന് കാരണം ആവുക. According to the Neo-Darwinism theory, accumulation of gene frequency differences may lead to racial differences among populations in the geographically different localities.
When gene exchange between racial groups can no longer occur due to reproductive isolation, speciation follows and new species became established. നിയോഡാർവിനിസത്തിനനുസരിച്ച് ജീൻ ഫ്രീക്വൻസി ഡിഫറൻസിൻ്റെ അക്യുമുലേഷൻ കൂടുമ്പോൾ എന്ന് വെച്ചാൽ ജീൻ ഫ്രീക്വൻസി ഉണ്ടാവുന്ന ഡിഫറൻസുകൾ കൂടി വരുമ്പോൾ ജിയോഗ്രഫിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കാലിറ്റിയിലെ പോപ്പുലേഷൻ തമ്മിൽ റേഷ്യൽ ഡിഫറൻസസ് ഉണ്ടാവും. പിന്നെ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ കാരണം റേഷ്യൽ ഗ്രൂപ്പ്സ് തമ്മിലുള്ള ജീൻ എക്സ്ചേഞ്ച് നടക്കില്ല. അതുകൊണ്ട് തന്നെ സ്പീഷിയേഷൻ നടക്കും. അപ്പോൾ ഒരു പുതിയ സ്പീഷീസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഒരു ചേഞ്ച് ഉണ്ടായിട്ട് ഒരു പാർട്ടിക്കുലർ റേസ് അവിടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടായിട്ട് ഒരു പാർട്ടിക്കുലർ റേസ് അവിടെ ഇവോൾവ് ചെയ്യും. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേസ് തമ്മിൽ ജീൻ എക്സ്ചേഞ്ച് നടക്കില്ല. കാരണം അവർ തമ്മിൽ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിരിക്കും. Mechanisms such as mutation and natural selection can lead not only to the origin of races and species but also to the origin of higher taxa such as genera, families and orders. മ്യൂട്ടേഷൻസ്, നാച്ചുറൽ സെലക്ഷൻസ് പോലെയുള്ള മെക്കാനിസംസ് ഒരു സ്പീഷീസിൻ്റെയോ റേസിൻ്റെയോ മാത്രം ഒറിജിനല്ല കാരണമാവുന്നത്. അത് ഫാമിലീസിൻ്റെയും ഓർഡറിൻ്റെയും ജനറയുടെയും അതിൻ്റെ ഒക്കെയും കാരണം ആവുന്നുണ്ട്. പിന്നെ സ്പീഷീസും റേസസും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് വെച്ചാൽ സ്പീഷീസ് എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ആണ്. പിന്നെ റേസസ് എന്ന് പറയുന്നത് അതിൽ നീഗ്രോസ്, മംഗോളിയൻസ് ഒക്കെ മംഗോളിയൻസ് അങ്ങനെ റേസ് അങ്ങനെ ഒരു പാർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഉണ്ട്. ചില ജനറ്റിക് വാരിയബിലിറ്റി വഴി ഉണ്ടാവുന്ന കമ്മ്യൂണിറ്റിയാണ് റേസ് എന്ന് പറയുന്നത്. The cardinal points of neo-Darwinism can be summarized as follows. The unit of evolution is population and not the species, but every species comprises local populations. നിയോഡാർവിനിസത്തിൻ്റെ മെയിൻ പോയിന്റ് സമ്മറൈസ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നാമത്തെ പോയിന്റാണ് എവല്യൂഷൻ്റെ യൂണിറ്റ് പറയുന്നത് പോപ്പുലേഷൻ ആണ് സ്പീഷീസ് അല്ല. കാരണം ഒരു സ്പീഷീസിലും ലോക്കലായിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ പോപ്പുലേഷൻ സ്പീഷീസ് ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഒരു സ്പീഷീസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. ഒരു സ്പീഷീസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. സ്പീഷീസ് എന്ന് വെച്ചാൽ അവർ ജനറ്റിക്കലി ഭയങ്കരമായിട്ട് സിമിലർ ആയിരിക്കും ഒരു സ്പീഷീസിലുള്ള ഇൻഡിവിജ്വൽസ്. പോപ്പുലേഷൻ എന്താണെന്ന് വെച്ചാൽ വിത്തിൻ ദ സ്പീഷീസ് അവർക്ക് ഇൻ്റർ ബ്രീഡിങ് ചെയ്യാൻ പറ്റണ ഒരേ ഒരു ഗ്രൂപ്പാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇൻ്റർബ്രീഡിങ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രൂപ്പിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻസ് ആണ് യൂണിറ്റ് ഓഫ് എവല്യൂഷൻ സ്പീഷീസ് അല്ല. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് എ ജീൻ പൂൾ ഓഫ് പോപ്പുലേഷൻ ആൻഡ് നോട്ട് ഇറ്റ്സ് ഇൻഡിവിജ്വൽസ് ദാറ്റ് അണ്ടർഗോസ് എവല്യൂഷൻ. ഒരു പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസ് അല്ല പകരം ജീൻ പൂളാണ് എവല്യൂഷന് പോകുന്നത്. ജീൻ പൂൾ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിലുള്ള ജീൻസ് അല്ല, ജീൻസും അല്ലെങ്കിൽ ജീൻസിൻ്റെ തന്നെ ഡിഫറെൻ്റ് എലീലിക് ഫോംസ് ആയിരിക്കും എവല്യൂഷന് പോകുന്നത്. ഇൻഡിവിജ്വൽ അല്ല, ഒരു ജീൻ പൂളാണ് എവല്യൂഷന് അണ്ടർഗോ ചെയ്യുന്നത്. സ്പീഷീസ് റേസസും പിന്നെ അത്രയാണ് അതിൽ പറയുന്നത്. പിന്നെ ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റാണ് ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ജീൻസ് ആൻഡ് ജീനോടൈപ്സ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എവല്യൂഷൻ നോട്ട് ദ സർവൈവൽ ഫോർ ദ എലിമിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ദിസ് മീൻസ് ദാറ്റ് നാച്ചുറൽ സെലക്ഷൻസ് ഇൻവോൾവ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻസ് ആൻഡ് ജീനോടൈപ്സ്. ജീൻസും ജീനോടൈപ്പിൻ്റെയും ഡിഫറൻഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് എവല്യൂഷന് കാരണം, അല്ലാതെ ഇൻഡിവിജ്വൽസിൻ്റെ സർവൈവലോ അല്ലാതെ എലിമിനേഷനോ അല്ല. അത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ സെലക്ഷൻ്റെ ജീൻസിൻ്റെയും ജീനോടൈപ്പിൻ്റെയും ഡിഫറൻഷ്യൽ ആംപ്ലിഫിക്കേഷൻ ആണ് നടക്കുന്നത്. ഇനി നാലാമത്തെ പോയിന്റ്, accumulation of variations leads to the evolution and speciation. These variations in turn results from the accumulation of mutations in the populations and also from the genetic recombination.
റീകോമ്പിനേഷൻ. അപ്പോൾ നാലാമത്തെ പോയിന്റ്, വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് എവല്യൂഷൻ ആൻഡ് സ്പീഷിയേഷൻ ഉണ്ടാവുന്നത്. ഇനി വേരിയേഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ പോപ്പുലേഷനിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ അക്യുമുലേഷൻ കൂടും. അതുപോലെ തന്നെ ജനറ്റിക് റീകോമ്പിനേഷനൊക്കെ വഴിയാണ് വേരിയേഷൻസ് ഉണ്ടാവുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ദ മേജർ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഓർഗാനിക് എവല്യൂഷൻ ഇൻക്ലൂഡ് മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ, മൈഗ്രേഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം വൺ പോപ്പുലേഷൻസ് ടു അനദർ, ആൻഡ് ഹൈബ്രിഡൈസേഷൻ ബിറ്റ്വീൻ ദ റിലേറ്റഡ് സ്പീഷീസ് ആൻഡ് ജനേറ. Of these factors, mutation, recombination, and natural selection are most important for evolution. Mutation, recombination, and hybridization bring about heritable variations in populations. Natural selections and reproductive isolation give direction to evolutionary process. Genetic recombination is a very important factor since it results in new genotypes that are adapted to the different environmental conditions. അഞ്ചാമത്തെ പോയിന്റ് എന്താ പറയുക വെച്ചാൽ, ഓർഗാനിക് എവല്യൂഷൻ്റെ മേജർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ആണ്. റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ മീൻസ് പറയുന്നത് ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള മെമ്പേഴ്സ് തമ്മിൽ മാത്രം മെയ്റ്റ് ചെയ്യും. നാച്ചുറലി മെയ്റ്റ് ചെയ്യാനായിട്ട് പറ്റാതെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് മെയ്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ നമുക്ക് ടാഡ്പോൾ പോപ്പുലേഷൻ, അവർക്കും മെയ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിരിക്കും. പിന്നെ മൈഗ്രേഷൻ, ഇൻഡിവിജ്വൽസ് ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റ് സ്ഥലത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിലേറ്റഡ് റേസസും സ്പീഷീസും ജനേറയും തമ്മിൽ ഉള്ള ഹൈബ്രിഡൈസേഷൻ. ഈ പറഞ്ഞ ഓർഗാനിക് എവല്യൂഷൻ മെയിൻ ഫാക്ടേഴ്സിൽ മ്യൂട്ടേഷൻ മെയിൻ എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ ആൻഡ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ ആൻഡ് ഹൈബ്രിഡൈസേഷൻ പോപ്പുലേഷൻസ് ഇൻഹെറിറ്റബിൾ വേരിയേഷൻസ് കൊണ്ടുവരും. ഈ ഹെറിറ്റബിൾ വേരിയേഷൻസ് എന്ന് പറയുന്നത് ആ വേരിയേഷൻസ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് അത് എക്സ്പ്രസ് ചെയ്യും. നാച്ചുറൽ സെലക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്ന് വെച്ചാൽ എവല്യൂഷണറി പ്രോസസ്സിന് ഒരു ഡയറക്ഷൻ മാത്രം എന്നും എവല്യൂഷണറി വേണ്ടി ഡയറക്ഷൻ മാത്രമാണ് നാച്ചുറൽ സെലക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, കാരണം അത് പുതിയ ജീനോടൈപ്പ് ഉണ്ടാക്കും. ഡിഫറെൻ്റ് എൻവയോൺമെൻറ്റ് കണ്ടീഷനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണ പുതിയ ജീനോടൈപ്പിനെ ഉണ്ടാക്കാൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. താങ്ക് യു.